വിസ്തൃതി കൊണ്ട് ചെറിയ നിയോജക മണ്ഡലമാണെങ്കിലും സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലവും വികസനത്തിൽ പിന്നോക്കമല്ല. സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിലെ വികസന കാഴ്ചകളാണ് നവകേരളം നവമുന്നേറ്റത്തിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. വയനാട് ജില്ലയിലെ പ്രമുഖ വ്യാപാര കേന്ദ്രമായ സുൽത്താൻ ബത്തേരി തമിഴ്നാട്, കർണാടക, കേരളം എന്നീ സംസ്ഥാനങ്ങളുടെ സംഗമ കേന്ദ്രം കൂടിയാണ്. സുൽത്താൻ ബത്തേരി നഗരസഭ, സുൽത്താൻ ബത്തേരി ബ്ലോക്ക് പഞ്ചായത്ത്, സുൽത്താൻ ബത്തേരി താലൂക്ക് എന്നിവ ഉൾപ്പെടുന്നതാണ് സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലം. കിഫ്ബി എന്ന് പറയുന്ന പദ്ധതി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ, ഇടുക്കി മുതൽ വയനാട് വരെ മുന്നോക്കം പിന്നോക്കം നിൽക്കുന്ന ജില്ലകളുടെ മുഖച്ഛായ മാറ്റുന്നതിന് വേണ്ടിയാണ്. കിഫ്ബി പദ്ധതി മുന്നോട്ട് വെച്ചപ്പോൾ അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക്കിൻ്റെ പ്രസ്താവന ഭാഗമായി MLA-മാരെല്ലാവരും വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് വഴിയുള്ള പ്രപ്പോസലുകൾ സമർപ്പിക്കുകയും ആ പ്രപ്പോസലുകൾ ഗവൺമെൻറ് പൂർണ്ണമായും അല്ലെങ്കിൽ പോലും ആനുപാതികമായും അനുവദിച്ച് ആ പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ ഏറെയും താമസിക്കുന്ന മണ്ഡലം കൂടിയാണ് ഇത്. ഇവരുടെ ക്ഷേമം ലക്ഷ്യമിട്ട് നിരവധി പദ്ധതികളാണ് സർക്കാർ നടത്തിവരുന്നത്. എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഏതാണ്ട് 4 റോഡുകളും അതോടൊപ്പം തന്നെ അവിടുത്തെ 3 വിദ്യാലയങ്ങൾ ഒഴികെയുള്ള ബാക്കി എല്ലാ വിദ്യാലയങ്ങളിലും കിഫ്ബിയും പ്ലാൻ ഫണ്ടും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സ്കൂൾ, അത് 3ാമത്തെ സ്കൂളായി പൂർത്തീകരിച്ചത് എൻ്റെ നിയോജകം മീനങ്ങാടിയാണ്. ഏതാണ്ട് 12ഓളം വിദ്യാലയങ്ങളിൽ ഇന്ന് ഹയർ സെക്കൻഡറി, ഹൈസ്കൂള്, UP, LP അത് കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് ആ മാനദണ്ഡത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ന് പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് 5-ാം തീയതി ഒരു കെട്ടിടത്തിൻ്റെ തറക്കല്ല് ഇടുകയുണ്ടായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി.
മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളും അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്തി. ഞാൻ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ്. രണ്ടാമത് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വന്യമൃഗശല്യം തടയുന്നതിന് വേണ്ടിയാണ്, കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി. മൂന്നാമത് റോഡുകളും പാലങ്ങളും ആയുള്ള ഡെവലപ്മെൻറ്റാണ്. കിഫ്ബിയുടെ കാലതാമസം, ഓഫീസേഴ്സിൽ വരുന്ന ഓഫീസുകളിൽ വരുന്ന കാലതാമസം കൂടി ഒഴിവാക്കിയാൽ സമയബന്ധിതമായി ഇത്തരം പദ്ധതികൾ പൂർത്തീകരിച്ച് അത് ജനങ്ങൾക്ക് തുറന്നു കൊടുത്താൽ ജനം അത് കൃത്യമായി അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. മലയോര കർഷകർ ഏറെയുള്ള ഇവിടെ ഇവർ നേരിടുന്ന പ്രധാന വെല്ലുവിളിയായിരുന്നു വന്യമൃഗശല്യം. ഇതിനെ പ്രതിരോധിക്കാനുള്ള പദ്ധതികൾക്കും മുൻതൂക്കം നൽകി വരികയാണ്. ചില ഘട്ടങ്ങളിൽ കിഫ്ബിയുടെ ഫണ്ടുകളൊക്കെ ടെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം എടുത്ത കരാറുകാരനെ റിസ്ക് ആൻഡ് കോസ്റ്റിൽ ടെർമിനേറ്റ് ചെയ്തു, രണ്ടാമതും ടെൻഡർ വെച്ചു, അത് ടെൻഡർ എടുത്തു, അദ്ദേഹം പണിയെടുത്തില്ലെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും റിസ്ക് ആൻഡ് കോസ്റ്റിൽ ടെർമിനേറ്റ് ചെയ്യുന്നു, മൂന്നാമത് ടെൻഡർ നടക്കുന്നു. അങ്ങനെ പ്രക്രിയയൊക്കെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ ഗവൺമെൻറ് ഏജൻസികളും ഏറ്റെടുക്കുന്ന വർക്ക് അതും ഡിലേ വരിക, 1, 2, 3 വർഷമൊക്കെ കാലതാമസം വരുന്നുണ്ട്. ഒരു വികസനം എന്ന് പറയുന്നത് കേരളം കാണുന്നത് അനുവദിച്ച ഫണ്ട് സമയബന്ധിതമായി ന്യൂനതകൾ പരിഹരിച്ച് ആ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ച് തർക്കങ്ങൾ ഉണ്ടെങ്കിൽ ഇടപെടലുകൾ നടത്തി കൃത്യമായി തനത് വർഷം തന്നെ പൂർത്തിയാക്കുന്ന രീതിയിലേക്ക് എത്തേണ്ടതുണ്ട്. എന്നാൽ കിഫ്ബി എന്ന് പറയുന്ന ഈ പദ്ധതി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്നതിന് വേണ്ടി ആകമാനം ഉപയോഗപ്പെടുന്നു എന്നുള്ളത് സത്യമായി കാണുമ്പോൾ പോലും അതിൽ ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ആശങ്കകൾ ഞാനിപ്പോൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പോലും നാടിൻ്റെ വികസനമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്താണ് കിഫ്ബി പദ്ധതി നല്ല നിലയ്ക്ക് തന്നെ മുന്നോട്ട് പോകുന്നു എൻ്റെ മണ്ഡലത്തിൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ എന്ന് പറയാൻ ഞാൻ വളരെ സന്തോഷപൂർവ്വം ആഗ്രഹിക്കുന്നു. അനുവദിക്കുന്ന ഫണ്ടുകൾ കൃത്യമായി വിനിയോഗിച്ച് സമയബന്ധിതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയാണ് സുൽത്താൻ ബത്തേരി നവകേരളത്തിന്റെ നവമുന്നേറ്റ പ്രവർത്തനങ്ങൾക്ക് മാതൃകയാകുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ പലപ്പോഴും തളർത്താറുണ്ടെങ്കിലും വയനാട് ജില്ലയിലെ കൽപ്പറ്റ മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ നിരവധിയാണ്. പ്രകൃതി സൗന്ദര്യം കൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ കാഴ്ചകളിലൂടെയാണ് ഇന്നത്തെ നവകേരളം നവമുന്നേറ്റത്തിന്റെ യാത്ര. വയനാട് ജില്ലയിലെ കൽപ്പറ്റ നഗരസഭയും മുട്ടിൽ, മേപ്പടി, വൈത്തിരി, കണിയാമ്പറ്റ, കോട്ടത്തറ, വേങ്ങപ്പള്ളി, തരിയോട്, പടിഞ്ഞാറേത്തറ, പൊഴുതറ, മൂപ്പനാട് എന്നീ ഗ്രാമപഞ്ചായത്തുകളും ചേർന്നതാണ് കൽപ്പറ്റ നിയോജകമണ്ഡലം. വശ്യമായ പ്രകൃതി സൗന്ദര്യത്തിലൂടെ ആരെയും ആകർഷിക്കുന്ന മണ്ഡലമാണ് കൽപ്പറ്റ.
ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടൽ പോലെയുള്ള വലിയ ദുരന്തങ്ങൾ പലപ്പോഴും സംഭവിക്കാറുണ്ടെങ്കിലും വികസന പാതയിലാണ് കൽപ്പറ്റ മണ്ഡലം. ചൂരൽമലയിലും മുണ്ടകയിലും പ്രകൃതി ദുരന്തമുണ്ടായി നിരവധി ആളുകൾ മരിച്ചപ്പോൾ പുലർച്ചെ അവിടെ ഓടിയെത്തിയ ഒരു ജനപ്രതിനിധിയാണ് ഞാൻ. ചൂരൽമലയിൽ ഞങ്ങൾ നിൽക്കുന്ന സമയത്താണ് വലിയ രണ്ടാമത്തെ ശബ്ദമുണ്ടാകുന്നത്. ഡാം സൈസ് ദുരന്തം ഉൾപ്പെടെ ഉരുൾപൊട്ടലിനൊപ്പം വലിയ രീതിയിലുള്ള ആഘാതമുണ്ടായ ചൂരൽമല ടൗണിൽ ആ ടൗണിനെയും അവിടെ ആ സമയത്തുണ്ടായിരുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെയും യഥാർത്ഥത്തിൽ രക്ഷിച്ചത് കിഫ്ബിയുടെ വെള്ളാർമല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പുതിയ കെട്ടിടം. ആ കെട്ടിടം നൂറുകണക്കിന് മരങ്ങളും വൻ പാറകളെ ഉൾപ്പെടെ അവിടെ തടഞ്ഞു നിർത്തിയതുകൊണ്ടാണ് ചൂരൽമല ടൗണും അവിടെ ഉണ്ടായിരുന്ന ഞങ്ങളെല്ലാവരുടെയും ജീവൻ രക്ഷപ്പെടുത്താൻ സാധിച്ചത്. അതുകൊണ്ട് മാത്രം തീർച്ചയായും കിഫ്ബിയുടെ നേതൃത്വത്തിൽ നിരവധിയായ വർക്കുകൾ എൻ്റെ നിയോജക മണ്ഡലമായ കൽപ്പറ്റയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. നിരവധി പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നു. വയനാടിൻ്റെ ഏറ്റവും വലിയ വികസന പദ്ധതിയാണ് കൽപ്പറ്റ ബൈപ്പാസ്. ആ കൽപ്പറ്റ ബൈപ്പാസ് പ്രവർത്തനം പൂർണ്ണതോതിൽ ആക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടന്നു വരികയാണ്. മേപ്പാടി ചൂരൽമല റോഡ് മറ്റൊരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന കിഫ്ബി പ്രവൃത്തിയാണ്. അതിന് സ്ഥലലഭ്യതയുടെ പ്രശ്നമുണ്ടായപ്പോൾ ആ സ്ഥലലഭ്യത അടക്കം ഉറപ്പുവരുത്തി അതിലേക്കുള്ള നടപടികൾ ആരംഭിച്ചു. ഇപ്പോൾ പ്രവൃത്തി ആരംഭിച്ച് മുന്നോട്ട് പോവുക. മൂന്നാമത്തെ കിഫ്ബിയുടെ പ്രവൃത്തിയാണ് കൈനാട്ടി കമ്പളക്കാട് റോഡ്. ആ കൈനാട്ടി കെൽട്രോൺ വളവ് കമ്പളക്കാട് വരെ മാത്രമല്ല, അത് മാനന്തവാടി റോഡിലേക്ക് കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൻ്റെ റീച്ച് വരെ പൂർത്തീകരിക്കപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ അത് മുഴുവൻ പൂർത്തീകരിക്കാനുള്ള ഇൻവെസ്റ്റിഗേഷൻ ഉൾപ്പെടെ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുക. ഈ വികാസം പൂർത്തീകരിക്കപ്പെടുമ്പോൾ കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട റോഡുകളുടെ വികാസം, സ്റ്റേറ്റ് ഹൈവേ, അതുപോലെ നാഷണൽ ഹൈവേ ബൈപ്പാസ്, പ്രധാന ടൂറിസം റോഡായിട്ടുള്ള മേപ്പാടി ചൂരൽമല റോഡ് ഉൾപ്പെടെ പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്നാണ്. വൈകിപ്പോകുന്ന ചില പദ്ധതികളുണ്ട്. അതിലൊന്നാണ് കൽപ്പറ്റ വാരാമ്പറ്റ റോഡ്. അതിൻ്റെ BCയും അതുപോലെ ഷോൾഡർ പ്രൊട്ടക്ഷൻ, അതുപോലെ സൈഡ് പ്രൊട്ടക്ഷൻ ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ ഇനിയും പൂർത്തീകരിക്കേണ്ടത്. അത് പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടികൾ കിഫ്ബി സ്വീകരിക്കും എന്നുള്ളതാണ് പൂർണ്ണമായിട്ടുള്ള പ്രതീക്ഷ. മണ്ഡലത്തിൽ പൂർത്തിയായ പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി കൽപ്പറ്റ ബൈപ്പാസാണ്. വയനാടിന്റെ കായിക വികസന പ്രവർത്തനങ്ങൾക്ക് ശ്രദ്ധേയമായ പങ്കാളിത്തമാണ് മണ്ഡലത്തിലെ ജില്ലാ സ്റ്റേഡിയവും ഇൻഡോർ സ്റ്റേഡിയവും നൽകിയിരിക്കുന്നത്. ജില്ലാ സ്റ്റേഡിയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായി. ഇൻഡോർ സ്റ്റേഡിയവും അതുപോലെ ഗവൺമെൻറ് സ്റ്റേഡിയവും, ഈ രണ്ട് സ്റ്റേഡിയവും
വയനാടിൻ്റെ കായിക വികാസ പ്രവർത്തനത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള പങ്കാളിത്തം വഹിക്കുക. തീർച്ചയായും ഈ സ്കൂളുകൾ, സ്റ്റേഡിയങ്ങൾ, റോഡുകൾ തുടങ്ങി അതിപ്രധാനമായിട്ടുള്ള വികസന പദ്ധതികൾക്കാണ് നേതൃത്വം കൊടുക്കുന്നത്. മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തെ ആധുനിക നിലവാരത്തിൽ ഉയർത്തി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഹൈടെക് ആക്കി. കണിയാമ്പറ്റ ഗവൺമെന്റ് യു പി സ്കൂൾ, കൽപ്പറ്റ ഗവൺമെന്റ് GVHS എന്നിവ ഇതിന് വലിയ ഉദാഹരണം. വയനാടൻ കോഫിയുടെ രുചിയുമായി കോഫി പാർക്ക് ആരംഭിക്കുവാനും പദ്ധതിയുണ്ട്. 2 പ്രധാനപ്പെട്ട പദ്ധതികൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ ഒന്ന് കോഫി പാർക്കാണ്. വയനാടൻ റോബസ്റ്റ കോഫിയുടെ കോഫി പാർക്ക്. അത് ഇൻ്റർനാഷണൽ ബ്രാൻഡിംഗ് തലത്തിലേക്ക് ഉയർത്താൻ വയനാടൻ കോഫിക്ക് ഒരു പുതിയ അവസരമായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. കോപ്പൻഹേഗൻ ഉച്ചകോടിയിൽ ഉൾപ്പെടെ പോയി അതിൻ്റെ സാധ്യതകളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി നിൽക്കുകയാണ് നിലവിലുള്ള സാഹചര്യത്തിൽ. മുണ്ടകൈ ചൂരൽമല പുനരധിവാസ പ്രക്രിയയുടെ ടെൻഡർ നടപടികളിലേക്ക്, സ്ഥലമെടുപ്പ് നടപടികളിലേക്കും അനുബന്ധ കാര്യങ്ങളിലേക്കും നീങ്ങുമ്പോൾ ആ പ്രവൃത്തിയും ഇപ്പോൾ കിഫ്ബിയെ ഏൽപ്പിക്കുക. ഇന്നലെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് അതാണ്. തീർച്ചയായും അടിസ്ഥാന വികസന പ്രവർത്തനം നാടിൻ്റെ വികസനത്തിൽ ഒരു പ്രധാനപ്പെട്ട ചുവടുവെപ്പാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ അഭാവമാണ് നമ്മുടെ നാടിൻ്റെ വികസനത്തിലെ ഒരു പ്രധാനപ്പെട്ട ലൂസിങ് ഫാക്ടർ എന്നുള്ളത്, മിസ് ചെയ്യുന്ന ഘടകം എന്നുള്ളത്. അത് പുനഃക്രമീകരിക്കാം. തീർച്ചയായും കിഫ്ബിയുടെ ഇടപെടലും കിഫ്ബിയുടെ പ്രയാണവും ഉപകരിക്കുന്നു എന്നുള്ളതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്നാണ്. കിഫ്ബി നടത്തിക്കൊണ്ടിരിക്കുന്ന ജനോപകാരപ്രദമായിട്ടുള്ള ഇത്തരം പദ്ധതികൾ, ഇടപെടലുകൾ, നാടിൻ്റെ വികസന പദ്ധതികൾ, ആ പദ്ധതികളിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡെവലപ്മെൻറ്റ് കിഫ്ബി വഹിക്കുന്ന പങ്കാളിത്തം വീണ്ടും എടുത്തു പറയുന്നു.
പ്രതിസന്ധികളെ അതിജീവിച്ച വികസന പാതയിലൂടെ നവകേരളം നവമുന്നേറ്റത്തിന്റെ ഭാഗമാവുകയാണ് കൽപ്പറ്റ നിയോജക മണ്ഡലവും.